ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് ട്രിവാൻഡ്രം പോകാനായിട്ട് റെഡി ആയി നിൽക്കുക. നല്ല പുറത്ത് നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ട്. എന്നാലും ഇങ്ങനെയൊക്കെയോ കാറിനുള്ളിൽ എത്തിപ്പെട്ടു. ഇന്ന് ഞാനുണ്ട്, ലച്ചുണ്ട്, ശീലക്കുഞ്ഞമ്മ, ദയ, പിന്നെ സാമുണ്ട്, പിന്നെ ശ്രീജിത്തുണ്ട്. നമ്മൾ ദയയുടെ ഒരു ഷോയ്ക്ക് വേണ്ടി പോവുകയാണ്. ഞാൻ നല്ല ലേറ്റ് ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങാനും നല്ല താമസം. ഞാൻ ഉറങ്ങിപ്പോയി ഗൈസ്. എൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആയി പോയതുകൊണ്ട് രാവിലെ അലാറം അടിച്ചില്ല. ആർക്കും എന്നെ വിളിക്കാനും പറ്റിയില്ല. പിന്നെ കാറിലിരിക്കുന്ന എല്ലാവർക്കും ഛർദിലിൻ്റെ അസുഖം ഉണ്ടായതുകൊണ്ട് വിൻഡോ തുറന്നിട്ട് മാത്രമേ ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഫോൺ ഇങ്ങനെ പിടിച്ച് വെക്കാൻ പറ്റാത്തതുകൊണ്ട് എവിടെയെങ്കിലും സെറ്റ് ചെയ്യാനുള്ളൊരു ബന്ധപ്പാടില്ലായിരുന്നു ഞാൻ ലച്ചു. പക്ഷെ സേഫ് അല്ലാത്തതുകൊണ്ട് ആ ശ്രമം ഉപേക്ഷിച്ചു. പിന്നെ പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞു കുറച്ചു നേരം അങ്ങ് പോയി. എവിടെ പരിപ്പ് വെക്കത്തില്ല അവിടെ അത് കൊള്ളാം. പരിപ്പില്ലാത്ത സാമ്പാർ ഏതടി? അങ്ങനെ 2 മണിക്കൂർ എങ്ങനെയാണ്ടൊക്കെ കഷ്ടപ്പെട്ട് വണ്ടി ഇരുന്ന് എങ്ങനെയൊക്കെയോ മാൾ ഓഫ് ടാൻകൂർ എത്തി നമ്മൾ. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ലേറ്റായി ഇതാക്കി കോളൊക്കെ വന്നിട്ടിരിക്കുകയാണ്. ഇനി അവിടെ ചെന്നിട്ട് തപ്പിപ്പിടിച്ച് വേണം പ്രാക്ടീസ് സെക്ഷൻ കണ്ടെത്താനായിട്ട്. ട്രിവാൻഡ്രത്ത് എപ്പോഴും വരുമെങ്കിലും ഇപ്പോൾ ഈ മാൾ ഓഫ് ട്രാവൻകൂറിൽ ഞാൻ സെക്കൻഡ് ടൈമാണ് വരുന്നതെന്ന് തോന്നുന്നു. അതെ, എൻ്റെ സെക്കൻഡ് ടൈമായത്. വെള്ളം മറ്റേ പൈപ്പിൽ നിന്ന് പമ്പ് ചെയ്ത് ഇതിന്റെ ഇടയിലെല്ലാം ഉണ്ട്, അകത്തെല്ലാം ഉണ്ട്. അങ്ങനെ നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ശീലക്കുഞ്ഞമ്മേൻ്റെയും പ്രാക്ടീസ് സെക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ഉള്ളിലേക്ക് പോയി. പിന്നെ ഞങ്ങൾ പാർക്കിങ്ങിന് കാർ കൊണ്ടിട്ടിട്ട് വരുന്നവരെ അവിടെ തന്നെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ അടുത്ത് കാല് വെച്ച ഉടനെ ഞാൻ സമടിയായി ഗൈസ്. മിക്കി നിന്റെ അച്ഛൻ അച്ഛൻ വെള്ളത്തിൽ വീണു. വഴക്കിൻ്റെ കെന്തിയിൽ എൻ്റെ മുഖം ഇങ്ങനെ വീർത്തിരിക്കുന്നത് വീഡിയോ എടുക്കാനൊന്നും ഞാൻ അവനെ പിന്നെ സമ്മതിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞ് എസ്കലേറ്ററുള്ള പരിപാടികളായിരുന്നു. കുഞ്ഞമ്മയ്ക്ക് ആദ്യമായിട്ട് കയറുന്നതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. അതാണ് ഇപ്പം കണ്ടത്. പിന്നെ ഞങ്ങളുടെ പിണക്കമൊക്കെ മാറിയപ്പോൾ ഉടനെ പോയത് സ്റ്റുഡിയോയിലോട്ടാണ്. അറിയാൻ പറ്റത്തില്ല, അറിയാൻ പറ്റത്തത് എനിക്ക് പിന്നെ ഇടാതിരുന്ന പോരെ. പിന്നെ ഞാൻ എടുത്ത് പറയണ്ടല്ലോ, ലിപ്സ്റ്റിക്ക് നമ്മൾക്ക് പെൺപിള്ളേർക്ക് ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എത്രയാണ് ഇട്ട് നോക്കിയിട്ടും ഒരു സാറ്റിസ്ഫാക്ഷന് കിട്ടില്ല. ഞാൻ അവിടെയുള്ള എല്ലാ വാരി ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് ആ കണ്ടുപിടിക്കലിന് ഒരു അവസാനം ഉണ്ടായിരുന്നില്ല ഗൈസ്. എനിക്ക് ആ എല്ലാ ഷെയ്ഡും ഇട്ട് നോക്കിയിട്ടും എല്ലാം വേണമെന്നും ഉണ്ടായിരുന്നു. ബട്ട് എനിക്ക് ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങാനുള്ള പെർമിഷനെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഔട്ട്ഫിറ്റ് ചാലഞ്ചൊക്കെ ചെയ്തു. അത് വേറൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ചു. ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും ഒരു പിടിയില്ല. ദേക്ക് 15 മിനിറ്റ്സാണ് ഫുഡ് കഴിക്കാൻ കൊടുത്തേക്കുന്നത്. ഗൂഗിളിൽ സെർച്ച് ചെയ്തൊരു സ്ഥലം കണ്ടുപിടിച്ചു. പക്ഷേ സ്ഥലം നല്ല അടിപൊളി വൈബ് സ്ഥലമായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ആദ്യം ഇറങ്ങി ചെന്നപ്പോൾ അത്യാവശ്യം നല്ല സെറ്റപ്പ്. പിന്നെ താഴോട്ട് ചെന്നപ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ എന്നാണ് ഞാൻ ആദ്യം കരുതിയത്. ഒരു വീട്ടിൻ്റെ ഉള്ളിൽ ഉള്ളൊരു സെറ്റപ്പ്, ഫുൾ എന്താ പറയുക, ഒരു എക്കോ ഫ്രണ്ട്ലി വൈബായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എത്ര പേരുണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടുന്ന സ്ഥലമൊക്കെ അവർ പറഞ്ഞു തന്നു. ഇത്രയല്ല, താഴോട്ട് കൊണ്ടു. പിന്നെയാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ ചെന്നപ്പോൾ ഹട്ട് സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ ഹട്ടിലൊരു ബർത്ത്ഡേ പാർട്ടി നടക്കുമായിരുന്നു. ഇത്രയല്ല, ഇനിയും താഴോട്ടുണ്ടെന്ന് പിന്നെ മനസ്സിലായത്. സംഭവം ഒരു വീട് തന്നെ, വീടിനകത്ത് റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തേക്കുന്നു. അപ്പം ഞങ്ങൾ അവിടെ എത്തി അറ്റ് ലാസ്റ്റ്. അങ്ങനെ ഒരു സീറ്റ് കണ്ടുപിടിച്ചു. ഇനി അടുത്തത് ഫുഡിൻ്റെ കാര്യത്തിലായിരുന്നു കൺഫ്യൂഷൻ. അവിടുത്തെ മെനു അത്യാവശ്യം അടിപൊളി, അത്യാവശ്യം നല്ല വെറൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആകെ കൺഫ്യൂഷനായി, പിന്നെ ചർച്ചയായി. പിന്നെ അവസാനം തെണ്ടിത്തിൽ നമ്മൾ എന്തായാലും അവസാനം വരുന്നത് കുഴിമന്തിയിലായിരിക്കുമല്ലോ. ഞങ്ങൾ കുഴിമന്തി തന്നെ പറയാൻ തീരുമാനിച്ചു. അപ്പോഴത്തേക്ക് ശീലക്കുഞ്ഞമ്മ താലിമീൽസ് ഓർഡർ ചെയ്ത് സാധനവും കിട്ടി. അങ്ങനെ ഞങ്ങളുടെ കുഴിമന്തിയും വന്ന്. ഞങ്ങൾ ഷവായ കുഴിമന്തിയും പിന്നെ പെരി പെരിയാണ് ഓർഡർ ചെയ്തത്.
ഫുഡ് കിട്ടിയപ്പോഴേക്കും നല്ല ലേറ്റായി. ദയയുടെ മുഖത്ത് ആ ടെൻഷനുണ്ട്. കാരണം അവൾക്ക് 15 മിനിറ്റ്സ് ആയിരുന്നു കൊടുത്തിരുന്നത്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവിടുത്തെ മീനെയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു കുറച്ച് നേരം. പിന്നെ അവിടുത്തെ ബംഗാളി അമ്മമാരെന്തോ പറയുന്ന കേട്ട് ഇളിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ദയയും ലച്ചുവും. നമ്മള് ഫുഡ് കഴിച്ചിട്ട് നമ്മള് വീണ്ടും മോഡൽ കൊണ്ട് പോവാം. മോഡൽ ഇതോ സമയം കഴിഞ്ഞാൽ ടെൻഷൻ ഇല്ല. മോഡൽ എല്ലാ സാധനങ്ങളൊക്കെ എടുത്താ തിരിച്ചു പോകാനൊന്നും പറ്റത്തില്ല. പിന്നെ ഞങ്ങളുടെ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരുന്നു. പിന്നെ കുറച്ച് നേരം പ്രോഗ്രാമൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാമെന്ന് കരുതി കുറച്ച് നേരം പ്രോഗ്രാമൊക്കെ കണ്ട് നിന്നു. അപ്പോൾ നമ്മുടെ ദയ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളായിരുന്നു. ദയക്ക് പ്രോഗ്രാം 8 മണി എന്തോ ആവും. ഇപ്പം ജസ്റ്റ് 2 മണി കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ ലച്ചുവിന് ദാഹിക്കുന്നതെന്ന് പറഞ്ഞ് പെപ്സി കുടിക്കാൻ അവിടെ ഉള്ളൊരു കടയിലേക്ക് കയറി ഞങ്ങൾ. പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ തന്നെ ഇരുന്നു. അവിടെ ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. പിന്നെ ഗസ്റ്റായിട്ട് ബിഗ് ബോസിൽ അഭിഷേക് ഉണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ദയയുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. മോഡൽ ദയ. ഗൈസ് അങ്ങനെ 10 മണിയായി. ഇറങ്ങുന്നതിന് മുന്നേ ഒരു ചടങ്ങ് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു ലിപ്സ്റ്റിക്ക് സെലക്ട് ചെയ്തു. അത് ഞാൻ നമ്മളിപ്പോ വീട്ടിൽ എത്തിയിരിക്കുന്നു. കുറച്ച് മുമ്പേ നമ്മൾ വീട്ടിൽ എത്തിയിരുന്നു. നമ്മളിപ്പോ 12:25 ആയിരിക്കുന്നു. നമ്മള് മോഡൽ കുളിക്കാൻ പോയിരിക്കുന്നു. ഇത്രയൊക്കെ ഉള്ളു. അപ്പോഴത്തേക്കും പോകും.